അസ്സലാമു അലൈക്കും. ഡി ഈ എന്താണ് എൻ്റെ ഉമ്മാനോട് പറഞ്ഞേ? ദേഷ്യത്തോടെയുള്ള മുഖത്തോടെ അവൾക്ക് അടുത്തേക്ക് വന്നുകൊണ്ട് സമ്മത് ചോദിച്ചപ്പോൾ ഉമ്മ എന്തൊക്കെയോ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഷാനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ സ്വർണം ഇടാൻ ചോദിച്ചതാ. അത്രയും സമയം അവനോട് എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം പറയണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നവൾ അവൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടവും സംസാരമൊക്കെ കേട്ടതോടെ എങ്ങനെ പറയണമെന്നറിയാതെ നിന്ന് വിയർക്കുകയായിരുന്നു. പിന്നെ അവളൊരു സ്വർണം, നിനക്ക് അത് ഇട്ടാൽ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റും എന്നാണെങ്കിലേ ഈ പോവണ്ട. അതിന് എൻ്റെ ഉമ്മാൻ്റെ നേർക്ക് ചോദ്യം ചെയ്യാനെങ്ങാനും വന്നാലുണ്ടല്ലോ. പിന്നെ അല്ലെങ്കിൽ ഇപ്പം തന്നെ കുറേ കൊടുന്നു വെച്ചിട്ടുണ്ടല്ലോ എടുത്തണിഞ്ഞിങ്ങനെ നടക്കാനേ. അവൻ്റെ ഓരോ വാക്കുകളും അമ്പ് പോലെയാണ് അവളിലേക്ക് തറച്ചത്. അവനിൽ നിന്നും പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഉമ്മ പറഞ്ഞ വാക്കുകൾ തന്നെ അവൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും അവൾക്ക് തൻ്റെ സ്വർണം ചോദിച്ചതിന് ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്നോടൊരു കാര്യം പറയാം, എൻ്റെ ഉമ്മാനെ ചോദ്യം ചെയ്യാനൊന്നും ഈ വളർന്നിട്ടില്ല കേട്ടോ. പിന്നെ ആവശ്യമില്ലാതെ ഓരോന്ന് ചോദിച്ച് എൻ്റെ ഉമ്മാനെങ്ങാനും വിഷമിപ്പിച്ചെന്നറിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഈ സമ്മതിൻ്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരിക്കൂല. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറി വാതിൽ കൊട്ടിയടച്ചതും ഷാനി ഒരു പൊട്ടിക്കരച്ചിലൂടെ ബെഡിലേക്കിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവർ ഇതൊക്കെ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഉമ്മ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് ചോദിച്ചറിയാൻ പോലും തയ്യാറാകാതെ അവൻ പറഞ്ഞ വാക്കുകളൊക്കെ ഓർക്കും തോറും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ ഷാനി വെപ്രാളത്തോടെ മൊബൈൽ എടുത്ത് നോക്കി. ഉപ്പ എന്ന സ്ക്രീനിൽ കണ്ടപ്പോൾ അവൾക്ക് കോൾ എടുക്കാൻ തോന്നിയില്ല. ഇപ്പോൾ അതെടുത്ത് സംസാരിച്ചാൽ ശബ്ദത്തിലുള്ള മാറ്റം അവർ പെട്ടെന്ന് തിരിച്ചറിയുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് ഓക്കെ ആയതിനു ശേഷം അങ്ങോട്ട് വിളിക്കാമെന്ന് തീരുമാനിച്ചവൾ ആ കോൾ കട്ടാകുന്നത് വരെ അങ്ങനെ തന്നെയിരുന്നു. സമ്മത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഷാനി അവനുള്ള ഭക്ഷണം വിളമ്പാനായി താഴേക്ക് പോയിരുന്നു. അല്ലെങ്കിൽ പിന്നെ സമയം വൈകിയെന്നും പറഞ്ഞ് ഉമ്മാൻ്റെ അടുത്ത് നിന്നേന് അതിനും കേൾക്കേണ്ടി വരുമെന്ന് അവൾക്കറിയാം. താഴേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ സോഫയിലിരിക്കുന്ന ഉമ്മ അവളെ ഒന്ന് നോക്കി. ഷാനിയുടെ നോട്ടവും അവർക്ക് നേരെ ആയപ്പോൾ തന്നെ നോക്കിയുള്ള അവളുടെ പുച്ഛച്ചെടി തന്നെ മകൻ വഴക്ക് പറഞ്ഞതിന് കേട്ടതിൻ്റെ സന്തോഷമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി. പിറ്റേന്ന് നിക്കാഹിന് ഷാനിയെ കൊടുന്നാക്കിയിട്ട് സമ്മത് വേറെ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു പോയിരുന്നു. ഷാനി 2 ദിവസം വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് അവൻ അങ്ങനെ ഒരു നുണ പറയാൻ കാരണമെന്നവൾക്ക് അറിയാമായിരുന്നെങ്കിലും അതവൾ ആരെയും അറിയിച്ചില്ല. സ്വർണം ഇടാൻ പറഞ്ഞിട്ടും ഒന്നും ധരിക്കാതെ വന്നവളെ ഉമ്മ ഹാജറ ചീത്ത പറഞ്ഞെങ്കിലും അവൾ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് അവിടെയും പിടിച്ചു നിന്നു. കുടുംബത്തിലുള്ള പലരും സമ്മതിൻ്റെ കാര്യം ചോദിച്ചപ്പോഴും വേറെ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടവൾ പിടിച്ചു നിന്നു. എല്ലാവരോടും പുഞ്ചിരിയുടെ മുഖംമൂടി അണിഞ്ഞവൾ സംസാരിച്ചു നിൽക്കുമ്പോഴും ഉള്ളിലൊരു സങ്കടക്കടൽ അലയടിക്കുകയായിരുന്നു. ഷേമയും ജെസിയും മറ്റ് കസിൻസുമൊക്കെ ഒപ്പം കൂടിയപ്പോൾ കുറച്ച് നേരത്തേക്കാണെങ്കിലും അവൾ പഴയ ഷാനിയായി മാറി. ഒരാഴ്ച കടന്നുപോയി. ഇതിനിടയ്ക്ക് ഷംസ് തിരിച്ച് ഗൾഫിൽ പോയി. സമ്മത ഷംസ് പോകുന്ന അന്ന് വന്ന് പോയതല്ലാതെ പിന്നീട് ഒരു വരവോ ഫോൺ വിളിക്കുകയോ ചെയ്തില്ല. അവൻ വന്ന ദിവസം ഷാനിയോട് കൂടെ വരാൻ പറഞ്ഞപ്പോൾ 2 ദിവസം കൂടി നിൽക്കട്ടെ എന്ന് ഉമ്മ പറഞ്ഞിരുന്നു. ഷാനി അതിനെ എതിർത്തൊന്നും പറയാത്തതിൻ്റെ ദേഷ്യം കൊണ്ട് അവൻ അവളെ പിന്നീട് വിളിച്ചില്ല. എന്നാലും ഷാനി സമ്മതി വിളിച്ചിരുന്നെന്നും തിരക്ക് കാരണം വരാൻ കഴിയുന്നില്ലെന്നൊക്കെ അവിടെ കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു. അല്ല, ഷാനി മോള് വന്നിട്ട് കുറേ ദിവസമായല്ലോ, എന്താ അവിടെ വല്ല പ്രശ്നമുണ്ടോ? അല്ലേ, തിരിച്ചു പോവാത്തോണ്ട് ചോദിച്ചതാട്ടോ. അയൽവാസിയായ റിസിയാത്ത മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നതിനിടയിൽ ഉമ്മയോട് ചോദിക്കുന്നത് ഹാളിലിരിക്കുന്ന ഷാനി കേട്ടിരുന്നു. അവൾക്കത് കേട്ടപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. എന്താ ഉമ്മ അവരെങ്ങനെ ചോദിച്ചത്? കെട്ടിച്ചു വിറ്റ മക്കളെ പിന്നെ കുറച്ച് ദിവസം വന്ന് നിൽക്കുമ്പോഴും അത് വല്ല പ്രശ്നം ഉണ്ടായിട്ടാവോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലൊന്നും നിൽക്കാൻ പാടില്ലേ? റസിയാത്ത പോയപ്പോൾ അകത്തേക്ക് കയറിയ ഉമ്മയോടായി ഷാനി ചോദിച്ചു. വന്ന് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ആളുകൾ എന്നാ പോകുന്നതെന്ന് ചോദിച്ചു തുടങ്ങിയതാണ്. സ്വന്തം വീട്ടിൽ വിരുന്ന് വന്ന് നിൽക്കുന്ന പോലെയാണ് അവരെ ചോദ്യം കേൾക്കുമ്പോൾ തോന്നുന്നത്. ഷാനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോഴേ സങ്കടം വരുന്നുണ്ടായിരുന്നു. മോളെ, റസി അങ്ങനെ വിചാരിച്ചെന്ന് ചോദിച്ചതല്ല. പിന്നെ സമ്മതം അന്ന് വന്നു പോയ ശേഷം പിന്നെ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാവും.
ഈ എന്തിനാ അത്രമാത്രം സങ്കടപ്പെടുന്നതിനെ? റസിയാത്ത മാത്രമല്ല, ഞാൻ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങിയതാ എന്നാ പോകുക എന്ന്. എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വിരുന്ന് വന്നതാണെന്ന് തോന്നും. ഇതെൻ്റെ വീടല്ലേ ഉമ്മ. എനിക്ക് ഇഷ്ടമുള്ളത്ര ഞാൻ ഇവിടെ നിൽക്കും. പോകാൻ തോന്നുമ്പോൾ പോകും. അതിന് ഈ നാട്ടുകാർക്ക് എന്താ? ഉമ്മ ഒരു നിമിഷം ഷാനിയെ തന്നെ നോക്കി. അങ്ങോട്ട് വന്ന ഷേമയും ഷാനിയുടെ സംസാരം കേട്ട് സംശയത്തോടെ നിന്നു. ഷാനിയുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരെയും കുറ്റം പറയുന്ന സ്വഭാവക്കാരിയുമല്ല. അങ്ങനെയുള്ളവളിൽ നിന്നും ഇതൊക്കെ കേട്ടപ്പോൾ ഉമ്മാക്ക് സംശയമായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കൂടി കണ്ടപ്പോൾ ഉമ്മ ഷാനിക്കടുത്തേക്ക് ചെന്നു. എന്താ മോളെ, എൻ്റെ മോൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ മുഖത്തേക്ക് നോക്കി ആവലാതിയോടെയാണ് അവരത് ചോദിച്ചത്. ഷാനിക്ക് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയായി. എല്ലാം തുറന്നു പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, ആരെങ്കിലും അവിടേക്ക് ചോദിക്കാൻ വരുമോ എന്നൊക്കെയുള്ള ഭയം അവളിൽ നിറഞ്ഞു നിന്നു. അതുകൊണ്ട് തന്നെ എല്ലാം തുറന്നു പറയാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. ഉമ്മ സക്കീനെ വീട്ടുജോലി മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെന്ന് മാത്രം അവൾ ഉമ്മയോട് പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല ഉമ്മ. ഷാനി ഉമ്മയുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്ത് ഷാനി ഈ പറയണത്? ചില ആളുകൾ അങ്ങനെ തന്നെ. മരുമക്കൾ വന്നാൽ പിന്നെ എല്ലാത്തിൽ നിന്നും പിൻവലിയും. അവിടെ പിന്നെ അധികം ആളുകളൊന്നുമില്ലല്ലോ. എനിക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ. എൻ്റെ മോൾ അവരോടൊക്കെ നല്ലതുപോലെ നിന്നാൽ മതി. അവർക്ക് സ്നേഹമുണ്ട്. എല്ലാവരോടും എന്ത് നന്നായിട്ടാ ഓരൊക്കെ പെരുമാറണത്. പിന്നെ നീ സമതിൻ്റെ കാര്യം ചിന്തിച്ചാൽ മതി. ഓനെക്കൊണ്ടൊരു കുഴപ്പമില്ലല്ലോ. ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയം എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? അന്നൊക്കെ അമ്മായിമാരൊക്കെ നല്ല പോരായിരുന്നു. ഇന്നത്തെ കാലത്ത് അത്ര പ്രശ്നമൊന്നും ആർക്കില്ല. ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ ചെറിയ കാരണങ്ങൾ കിട്ടുമ്പോൾ തന്നെ ജീവിതം ഉപേക്ഷിക്കാൻ തോന്നും. ഈ കുറച്ച് പക്വതയുള്ള കുട്ടിയല്ലേ, അങ്ങോട്ട് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. എൻ്റെ മോള് അവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ സ്നേഹത്തോടെ നിന്നാൽ മതി കേട്ടോ. അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടിക്കൊണ്ട് ഉമ്മ പറയുമ്പോൾ മറുത്തൊന്നും പറയാനാവാതെ ഷാനി നിശബ്ദയായി. അപ്പോഴും ഒരൊറ്റ കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഉറ്റി വീണിരുന്നു. സമതിൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റമൊന്നും തുറന്നു പറയാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ഒരാളോട് പറയുക എന്നവൾ ചിന്തിക്കാതിരുന്നില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം ഷാനിയെ തിരിച്ചു കൊണ്ടുപോകാൻ ഉമ്മ തന്നെയാണ് പോയത്. ഒരു വട്ടം കൊണ്ടുവരാൻ വന്ന ദേഷ്യത്തിന് പോവാനിട്ട് ഇനി ഞാൻ വരില്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് പോരെ എന്ന് സമത് ഷാനിയോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കടയിൽ തിരക്കുള്ളത് കൊണ്ട് സമതിന് വരാൻ പറ്റില്ലെന്നാണ് ഷാനി ഉമ്മയോട് പറഞ്ഞത്. ഓട്ടോയിൽ ഉമ്മയോടൊപ്പം സമതിൻ്റെ വീട്ടിൽ വന്നിറങ്ങുമ്പോൾ അവളുടെ ഉള്ളം നിറച്ചു. തിരിച്ചു പോകാൻ മോഹം തോന്നുന്നു. സമാധാനത്തോടെ ജീവിച്ച ഒരാഴ്ച തീരാതിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു. ഓട്ടോക്കാരനോട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഉമ്മ ഷാനയെയും വിളിച്ച് അകത്തേക്ക് നടന്നു. അവരെ കണ്ടപ്പോൾ സിറ്റൗട്ടിലിരുന്നിരുന്ന ഉപ്പ ചെറിയൊരു പുഞ്ചിരി നൽകി. അദ്ദേഹത്തിന് തിരിച്ചും ഒരു ചിരി നൽകിക്കൊണ്ട് അവർ അകത്തേക്ക് കടന്നപ്പോഴാണ് ഉമ്മ അങ്ങോട്ട് വന്നത്. ആഹാ, നിങ്ങളായിരുന്നോ? ഞാൻ ഈ നേരത്തെ ആരാന്ന് നോക്കാൻ വന്നതായിരുന്നു. ഷാനിമോൾ ഇത്രയും വേഗം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഉമ്മ സക്കീന മുഖത്തൊരു ചിരി വരുത്തിയാണ് ഇത് പറഞ്ഞതെങ്കിലും ഷാനിക്ക് അതിലെ പരിഹാസം മനസ്സിലായിരുന്നു. സമത് മോനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ചതാ. ഞാൻ പറഞ്ഞിട്ടാ ഒരാഴ്ച ആക്കിയത്. അവന് കടയിൽ നിന്നും വന്നാലേ ഇവളില്ലാതെ ഒരു ഉഷാറില്ല. കല്യാണം കഴിഞ്ഞ് അധികമൊന്നും ആയിട്ടില്ലല്ലോ. ആദ്യമായിട്ട് വിട്ടു നിന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. സക്കീന പറയുന്നത് കേട്ടപ്പോൾ ഷാനി അതിശയത്തോടെ അവരെ നോക്കി. താനെന്നൊരാൾ ഈ വീട്ടിലുണ്ടെന്ന് പോലും ചിന്തിക്കാത്തൊരു വ്യക്തി തൻ്റെ അഭാവത്തിൽ ദുഃഖിച്ചു നടക്കുകയായിരുന്നു. എത്ര നന്നായാണ് ഇവർ കള്ളങ്ങൾ പറയുന്നതെന്ന് ഷാനി ആലോചിക്കുകയായിരുന്നു. തൻ്റെ ഉമ്മയും സമതിൻ്റെ ഉമ്മയും വീണ്ടും സംസാരത്തിൽ മുഴുകിയപ്പോഴാണ് ഷാനി ഒന്നിലും പെടാതെ ഒരു ഭാഗത്തായി നിന്നേയുള്ളൂ. ഉമ്മാക്കുള്ള ചായ എടുക്കാൻ തുനിഞ്ഞെങ്കിലും വണ്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ പോകാനിറങ്ങി. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ഷാനിയോട് കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് ഉമ്മ മുന്നേ നടന്നപ്പോൾ അവൾ അവർക്കൊപ്പം ഓട്ടോയുടെ അടുത്തേക്ക് നടന്നു. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മോൾക്ക്? നല്ല പോലെ ഇവർക്കൊപ്പം നിൽക്കണം. അവർക്ക് ഇഷ്ടക്കേട് തോന്നും വിധമുള്ള പ്രവൃത്തിയൊന്നും എൻ്റെ കുട്ടീൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് കേട്ടോ. എല്ലാവരും നല്ല സ്നേഹമുള്ളവരാ. ഞാൻ രാത്രിയിൽ വിളിക്കണ്ടിട്ടോ. പോട്ടെ. പതിയെ അവൾക്കുള്ള ഉപദേശവും കൊടുത്തുകൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ടവർ വണ്ടിയിൽ കയറിപ്പോയി. ആ ഓട്ടോ കണ്ണിൽ നിന്ന് മാഞ്ഞതും ഷാനിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു.
ആ ഒരു നിമിഷം ആ നൃത്തം നിന്ന ശേഷം പതിയെ അവൾ തിരിഞ്ഞ് വീട്ടിലേക്ക് കയറി. മനസ്സിൽ വല്ലാത്തൊരു ഭാരം വന്ന് നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട പോലൊരു തോന്നൽ എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത പോലെ. ഓ, സ്വന്തം വീട്ടിലെത്തിയപ്പോൾ തിരിച്ചു പോയതിൻ്റെ വിചാരമൊന്നും ഇല്ലല്ലേ? അകത്തേക്ക് കയറിയതും സോഫയിലിരിക്കുന്ന ഉമ്മ കടുപ്പത്തോടെ പറയുന്നത് കേട്ടെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ ബാഗ് എടുത്തുകൊണ്ട് പതിയെ റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് കയറിയവൾ അവിടുത്തെ കോലം കണ്ട് ഒരു നിമിഷം നിന്നുപോയി. പോകുമ്പോൾ അടുക്കി ഒതുക്കി ക്ലീൻ ചെയ്തിട്ട റൂമാണെന്ന് തോന്നുന്നതേയില്ല. പല സാധനങ്ങളും അവിടെയും ഇവിടെയും വലിച്ചു വാരിയിട്ടുണ്ട്. സമതിൻ്റെ അലക്കാനുള്ള തുണികളൊക്കെ ഹാങ്കറിൽ നിറഞ്ഞിട്ടുണ്ട്. ഷാനി ഒരു നെടുവീർപ്പോടെ റൂമിലേക്ക് കടന്ന് ബാഗ് കബോർഡിൽ വെച്ചു. ശേഷം ഇട്ട പുതിയ ഡ്രസ്സ് മാറ്റി വീട്ടിലിടുന്ന ഒരെണ്ണം ധരിച്ചു. അത് കഴിഞ്ഞ് വലിച്ചു വാരിയിട്ടതൊക്കെ അടക്കി ഒതുക്കി വെച്ചു. കഴുകാനുള്ളതൊക്കെ എടുത്ത് ബാസ്ക്കറ്റിലിട്ട് അതുമായി അവൾ താഴേക്കിറങ്ങി. അപ്പോഴും സക്കീന അവിടെ ആളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ കഴുകിയിട്ട് വരാം. അവരെ നോട്ടം കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ആ വേഗം തീർത്തിട്ട് വാ, വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കണം. അതിനൊന്ന് മൂളിക്കൊണ്ടവൾ അടുക്കള വഴി പുറകുവശത്തേക്ക് നടന്നു. അപ്പോഴും ഞാൻ ഇല്ലാത്ത ദിവസങ്ങൾ ഇവർ രാത്രിയിലൊന്നും ഭക്ഷണം കഴിച്ചിരുന്നില്ലേ എന്നവൾ ചിന്തിച്ചു. നേരം ഇരുട്ടാറായിട്ടുണ്ട്. തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടാലോ എന്ന് തോന്നിയെങ്കിലും അതിനും എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പേടിച്ച് അവൾ അലക്കുകല്ലിൻ്റെ അടുത്തേക്ക് നടന്നു. വാഷിംഗ് മെഷീനിൽ അലക്കിയാൽ തുണികളൊക്കെ പെട്ടെന്ന് നരയ്ക്കുകയും ചീത്തയും ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഷാനിയെ കൊണ്ട് കല്ലിൽ തന്നെയാണ് സക്കീന അലക്കിപ്പിക്കാറുള്ളത്. സാഹിറയും സാജിദയും വന്നാൽ അവരുടേതൊക്കെ അവർ മെഷീനിലിടും. അപ്പോഴൊരു കുഴപ്പവുമില്ല. ഓരോന്നോർത്തുകൊണ്ടവൾ തൻ്റെ ജോലി തുടർന്നു. രാത്രിയിലേക്കുള്ളതൊക്കെ തയ്യാറാക്കി ക്ഷീണിച്ചുകൊണ്ട് ഷാനി റൂമിൽ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഉമ്മ വിളിക്കുന്നത്. കുറച്ച് സമയം ആ സംസാരം നീണ്ടു നിന്നു. ഒടുവിൽ വെക്കാൻ നേരത്ത് വീണ്ടും കുറേ ഉപദേശങ്ങൾ തന്നു. വീണ്ടും വീണ്ടും അതൊക്കെ കേൾക്കുമ്പോൾ ഒന്നും തുറന്നു പറയേണ്ടിയിരുന്നില്ല എന്നവൾക്ക് തോന്നിപ്പോയി. ഫോൺ കട്ടാക്കി ബെഡിലേക്ക് വെക്കുമ്പോഴാണ് ഹിമയുടെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. നീ ഫ്രീ ആണെങ്കിൽ എനിക്ക് വിളിക്കുകയെന്ന് മാത്രമേ അയച്ചിട്ടുള്ളൂ. ഷാനി അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് വിളിച്ചു. എന്താടി പതിവില്ലാതെ ഞാൻ ഫ്രീ ആകുമ്പോൾ വിളിക്കാൻ പറഞ്ഞേ, നിനക്ക് ഇങ്ങോട്ട് വിളിച്ചൂടെ? ഹിമ കോളെടുത്തോടെ ഷാനി അവളോടായി ചോദിച്ചു. ആ, ഈ പണ്ടത്തെ പോലെയൊന്നല്ലല്ലോ, ഈ ഇപ്പോൾ ഒരു കുടുംബിനെയല്ലേ. കെട്ടിയവനുമായൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനിടയിലാണ് കോള് വന്നതെങ്കിൽ അത് എനിക്കൊരു ബുദ്ധിമുട്ടായാലോ എന്നൊക്കെ വിചാരിച്ചേ ഞാൻ ആദ്യം മെസ്സേജ് അയച്ചതാ. കള്ളച്ചിരിയോടെ ഹിമ പറയുന്നത് കേട്ടപ്പോൾ അവൾ കളിയാക്കുകയാണെന്ന് ഷാനിക്ക് മനസ്സിലായി. അടുത്തിരുന്ന് സംസാരിക്കാനും സ്നേഹിക്കാനും പരിപാലിക്കാനുമുള്ള മാത്രമുള്ള അടുപ്പം ആൾക്ക് തന്നോടില്ലെന്ന് എങ്ങനെ അവളോട് പറയും? അവളോടെന്നല്ല, എനിക്കാരോടും പറയാൻ കഴിയൂല. കാരണങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും തൻ്റെ മഹറിൻ്റെ അവകാശിയെ മറ്റൊരാളുടെ മുമ്പിൽ താഴ്ത്തി കിട്ടാൻ തനിക്ക് കഴിയില്ല. ആദ്യമായി സ്നേഹിച്ച പുരുഷനാണ്, തൻ്റെ ജീവൻ്റെ പാതിയായവനാണ്. ഇന്നല്ലെങ്കിൽ നാളെയൊക്കെ ശരിയാവും. അതിന് ഇക്ക ഷോപ്പിൽ നിന്ന് വന്നിട്ടില്ലടേ, 10 മണിയൊക്കെ ആവും. അതുകൊണ്ട് എൻ്റെ മോളെ വേണ്ടാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. മനസ്സിലെ വേദനകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഷാനി ഹിമക്കുള്ള മറുപടി കൊടുത്തു. ഓ, അതെന്തെങ്കിലും ആവട്ടെ. പിന്നെ ഈ വീട്ടിൽ ഒരാഴ്ച ഉണ്ടായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ആ വിഷമത്തിലാണ് ഞാൻ. എന്നോട് ഉമ്മ പറഞ്ഞു നിൻ്റെ അമ്മമ്മ മരിച്ചു വീരം, അതാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്. പെട്ടെന്ന് അമ്മാമ്മക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞു വിളിച്ചത്. അപ്പോൾ തന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. പിന്നെ മരണവും അതിൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ അവിടെയായിരുന്നു. ഫോണൊന്നും നോക്കാൻ അമ്മ സമ്മതിക്കുമായിരുന്നില്ല. ഇന്നാണ് ഞാൻ നീ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഇന്ന് തിരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് കണ്ടത്. ഒന്നും കാണാൻ പറ്റിയില്ലല്ലോടി. ഇനി നീ എന്നാ വരിക? നോക്കട്ടെടി, അടുത്തെങ്ങാനും വരികയാണെങ്കിൽ നമുക്ക് കാണാം. പിന്നെ ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ച കാര്യം പറയാൻ മറന്നു. ഈ കോളേജിലേക്ക് വരുന്നില്ലേ? നെക്സ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങിയല്ലേ? ഇനി അവിടെ നിന്ന് അവൻ വരികയല്ലേ? ഹിമ പറഞ്ഞപ്പോഴാണ് ഷാനിക്കും ആ കാര്യം ഓർമ്മ വന്നത്. ഞാൻ അതിൻ്റെ കാര്യം ഇക്കാനോട് പറയാൻ മറന്നു. ആളോട് ചോദിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാട്ടോ. അതിന് മറുപടിയും പറഞ്ഞ് വീണ്ടും കുറച്ച് സമയം സംസാരിച്ച് അവൾ കോൾ കട്ടാക്കി. കോളേജിൽ പോകേണ്ട കാര്യം എങ്ങനെ ഇക്കാനോട് പറയും? ഇനി പറഞ്ഞാൽ സമ്മതിക്കും? കല്യാണം കഴിഞ്ഞാൽ പഠിപ്പിച്ചോളാം എന്നൊക്കെ ഇവരൊക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ എതിർപ്പൊന്നും ഉണ്ടാവില്ല. പല വഴിക്ക് ചിന്തിച്ചിട്ട് അവൾ സമ്മത് വരുന്നതിനായി കാത്തു നിന്നു. ഷാനി വന്നോ ഉമ്മ? സമ്മത് അകത്തേക്ക് കയറുമ്പോൾ ഹാളിലുണ്ടായിരുന്ന ഉമ്മയോട് സമ്മത് ചോദിച്ചു. വൈകിട്ടെത്തി. നിന്നോട് പറഞ്ഞില്ലേ വരുന്നത്? രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു.
എൻ്റെ ഫോൺ ഓഫായിരുന്നു, അതുകൊണ്ട് എത്തിയത് അറിഞ്ഞില്ല. അവൻ അവർക്കുള്ള മറുപടിയും കൊടുത്തുകൊണ്ട് റൂമിലേക്ക് പോകാനൊരുങ്ങി. നീ നിർബന്ധിച്ച് വരുത്തിയതാണോ മോനെ അവളെ? ഞാൻ വരാൻ പറയാൻ തുടങ്ങിയിട്ട് 2-4 ദിവസമായി. ഇന്ന് അവൾ ഇങ്ങോട്ട് പറഞ്ഞതാ വരുന്നുണ്ടെന്ന്. ഉമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? ഉമ്മാൻ്റെ സംസാരത്തിൽ സംശയത്തോടെ അവൻ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അല്ലേ, വന്നപ്പോൾ മുതൽ അവൾക്കാകെ ഒരു ദേഷ്യം പോലെയൊക്കെ ഉണ്ട്. എന്തെങ്കിലും ചോദിച്ചാലൊന്നും പറയണില്ല. ചിലപ്പോൾ വീട്ടിൽ നിന്ന് വന്നതിൻ്റെ സങ്കടം കൊണ്ടാവും. ഉമ്മ വിനയത്തോടെ അവനോടായി പറയുമ്പോഴും അവരുടെ ശ്രദ്ധ ഷാനി അങ്ങോട്ടെങ്ങാനും വരുന്നുണ്ടോ എന്നായിരുന്നു. അവൾ കേൾക്കാതെ ഇരിക്കാൻ ശബ്ദം പരമാവധി താഴ്ത്തിയാണ് അവർ പറയുന്നത്. അവൾക്ക് എന്തിനാ സങ്കടം? ഇത്രയും ദിവസം നിന്നതൊന്നും പോരാഞ്ഞിട്ടാണോ? അവൾ ഇവിടെ മുകളിലാണോ? അതൊന്നും ഇനി ചോദിക്കാൻ നിൽക്കണ്ടട്ടോ. മുകളിലേക്ക് കയറിപ്പോകുന്നവനായി അവർ പറഞ്ഞപ്പോൾ അവനൊന്ന് മൂളിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. ഒരു പുണ്യം ചെയ്ത സംതൃപ്തിയായിരുന്നു അപ്പോൾ സക്കീനാക്ക്. ഷാനി ഷെൽഫിലേക്ക് ഡ്രസ്സൊക്കെ അടക്കി വെക്കുന്നതിനിടയിലാണ് സമ്മതം അങ്ങോട്ട് വന്നത്. ഇന്ന് നേരം വൈകിയോ? അവനെ കണ്ടപ്പോൾ ഷാനി ചെയ്യുന്ന പണി നിർത്തിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവനോടത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇന്ന് കടയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. നിനക്കെന്താ ഷാനി, വീട്ടിൽ പോയാൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരണമെന്നില്ലേ? അടുത്തേക്ക് വന്നവളെ പരിഗണിക്കാതെ റൂമിനകത്തേക്ക് കടന്നുകൊണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുന്നതിനോടൊപ്പം പറഞ്ഞു. അവൻ്റെ കടുപ്പമേറിയ സംസാരം കേൾക്കെ പുഞ്ചിരിയോടെ നിന്നവളുടെ മുഖം പെട്ടെന്ന് മങ്ങിയിരുന്നു. ഞാനത് ഉമ്മ പറഞ്ഞു 2 ദിവസം കൂടി കഴിഞ്ഞ് പോകാമെന്ന്. നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി നിന്നിട്ടില്ലല്ലോ. പതുങ്ങിയ ശബ്ദത്തോടെ അവൾ പറഞ്ഞു നിർത്തി. കല്യാണം കഴിഞ്ഞാലേ ഞാൻ പറയണത് അനുസരിക്കേണ്ടത്, അല്ലാതെ നിൻ്റെ ഉമ്മ പറയുന്നതല്ല. നിന്നെ ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊള്ളുന്നത് നിനക്ക് നിൻ്റെ വീട്ടിൽ ഇഷ്ടമുള്ളത്ര പോയി നിൽക്കാനല്ല. ഇനി അങ്ങനെ നിൽക്കണമെങ്കിൽ തന്നെ അവിടെ തന്നെ നിന്നോ, പിന്നെ ഇങ്ങോട്ട് വരണ്ട. ഇട്ട ഡ്രസ്സയച്ച് ഒരു മുണ്ടെടുത്തുകൊണ്ട് അത്രയും പറഞ്ഞു നിർത്തി. അവൾക്ക് നേരെ ഒരു കൂർത്ത നോട്ടവും നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി. അവൻ ശക്തിയിൽ ഡോറടിച്ചു. ഷാനിക്ക് സങ്കടം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു വന്നു. കുറച്ച് ദിവസം കാണാതിരുന്ന സ്നേഹമൊക്കെ കൂടുന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞവളുടെ ഓർമ്മയിൽ വന്നു. തനിക്ക് മാത്രമാണോ അതൊന്നും സത്യമില്ലാത്തത്? 2 ദിവസം കൂടുതൽ വീട്ടിൽ നിന്നത് ഇത്രയും വലിയ തെറ്റാണോ റബ്ബേ? കല്യാണം കഴിഞ്ഞെന്ന് കരുതി ജീവിതകാലം മുഴുവനും ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ കഴിയണമെന്നാണോ? തളർന്ന മനസ്സുമായി ബെഡിലേക്കിരുന്നവളുടെ ഉള്ളിൽ 100,000 ചോദ്യങ്ങളായിരുന്നു. കുറച്ച് സമയം ചിന്തകളിരുന്നവൾ ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടാണ് സ്വബോധത്തിലേക്ക് വന്നത്. അവൾ പെട്ടെന്ന് തന്നെ മുഖമൊക്കെ അമർത്തി തുടച്ചു. ഇവിടെ തന്നെ ഇരിക്കണ്ട, ഭക്ഷണം വിളമ്പിക്കോ, ഞാനിപ്പോൾ വരാം. അവൻ്റെ ആജ്ഞ കേട്ടതും ഷാനി താഴേക്ക് പോയി. ഭക്ഷണമൊക്കെ എടുത്തു വെക്കുമ്പോൾ ക്ലാസ്സിന് പോകുന്ന കാര്യം ഇന്ന് ചോദിക്കേണ്ട എന്ന് അവൾ തന്നെ തീരുമാനിച്ചിരുന്നു. എല്ലാം എടുത്തു വെക്കുമ്പോഴും കഴിക്കാൻ സമതും ഉമ്മയും ഉപ്പയും വന്നിരുന്നു. ഇനി ഒന്നും എടുക്കാൻ മറന്നിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് വരുത്തിയിട്ട് അവളും ഒരു കസേരയിലേക്ക് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. കഴിക്കാനിരുന്നാൽ പിന്നെ ഓരോന്നും ചോദിച്ചുകൊണ്ട് പലയാവർത്തി അവളെ എണീപ്പിക്കുന്നത് ഉമ്മാക്കൊരു ശീലമായിരുന്നത് കൊണ്ട് തന്നെ എല്ലാം കൊടുന്നു വെച്ചു. അവർക്കിനി എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ച് ഉറപ്പാക്കിയിട്ടേ അവൾ കഴിക്കാനിരിക്കാറുള്ളൂ. അവർ 3 പതിവ് പോലെ തന്നെ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി പോയപ്പോൾ ഷാനി എല്ലാം എടുത്തു വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയും കൂടി വൃത്തിയാക്കി കുടിക്കാനുള്ള വെള്ളവുമായി റൂമിലേക്ക് പോയി. ബെഡിലായി ഫോൺ നോക്കിയിരുന്നവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ജഗ് മേശയിലേക്ക് വെച്ച് വാതിൽ അടച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് ഫ്രഷാകാൻ കയറി. ബാത്റൂമിൽ നിന്നിറങ്ങി ബെഡിനൊരറ്റത്തേക്ക് കയറി കിടന്നവളെ നിമിഷ നേരം കൊണ്ട് തന്നെ അവൻ തൻ്റെ കരവലയത്തിലാക്കിയിരുന്നു. കുറച്ചു ദിവസം കാണാതിരുന്നതിൽ ശരീരത്തിനോടുള്ള മോഹം കൂടിയിട്ടുണ്ടെന്ന അവൻ്റെ ആവേശത്തോടെയുള്ള പടർന്നു കയറ്റത്തിൽ നിന്നും ഷാനിക്ക് മനസ്സിലായി. അതേസമയം ശരീരത്തോട് മാത്രം മോഹം തോന്നുന്നുള്ളൂ എന്ന തിരിച്ചറിവിൽ അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.